രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലെ രാധയുടെ പ്രണയം 93ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് രാധാറാണിയുടെ കഥകൾ അടുക്കിന് പറഞ്ഞ് ഒരാൾ 93 എപ്പിസോഡുകൾ പൂർത്തിയാക്കുന്നത്. അത് എൻ്റെ മേന്മയല്ല, രാധാറാണിയുടെ അനുഗ്രഹം. രാധാറാണി എന്നെ ഒരുപക്ഷെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടത് അതിനായിരിക്കാം. കുറേ പേരെ എന്താക്കുക, രാധാഭക്തരാക്കുക. ഞാൻ എവിടം വരെ എത്ര പേരെ രാധാഭക്തരാക്കണം, എത്ര കഥകൾ പറയണമെന്നൊക്കെ രാധാറാണി അമ്മ തീരുമാനിക്കും. അത് തീർന്നു കഴിയുമ്പോൾ ഞാൻ തിരിച്ചും പോകും. അതായിരിക്കും എൻ്റെ ജന്മോദ്ദേശം. അമ്മേ, ഞാൻ തൃപ്തനാണ്, ഞാൻ സംതൃപ്തനാണ്. എൻ്റെ അമ്മയുടെ കഥ പറയാനുള്ള ആയുരാരോഗ്യ സൗഭാഗ്യങ്ങൾ തന്നതിന് രാധാറാണി അമ്മയ്ക്ക് നന്ദി പറയുന്നു. ഇതിനു മുമ്പുള്ള എപ്പിസോഡ് പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒരു കാര്യം ചെയ്യുക, ഇവിടം തൊട്ടും കണ്ടു തുടങ്ങിക്കോ, അത് കുഴപ്പമില്ല. പിന്നെ സമയം കിട്ടുമ്പോൾ പ്ലേലിസ്റ്റ് എടുത്ത് 1, 2, 3 അങ്ങനെ നിങ്ങൾ കണ്ട് തുടങ്ങണം. അതേ കണക്ക് എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയം, ആയുരാരോഗ്യ സൗഖ്യം. ചൊവ്വാഴ്ച കൃഷ്ണൻ്റെ കാമുകിയായ രാധയുടെ പ്രണയം, ദാമ്പത്യ സൗഖ്യം കിട്ടും, പ്രണയ സാഫല്യം കിട്ടും. ബുധൻ്റെ കഥകളാണ്, ശ്രീകൃഷ്ണൻ്റെ അവതാരമായ ബുദ്ധൻ.
വ്യാഴാഴ്ച അഷ്ടപതിയാണ്. നിങ്ങൾക്ക് ധനധാന്യ സമൃദ്ധി, ദാമ്പത്യ സൗഖ്യം, പ്രണയ സാഫല്യം. വെള്ളി വളരെ പ്രധാനമാണ്. വെള്ളി ധർമ്മപദം. ആ ധർമ്മപദത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അക്ഷരം പ്രതി ചെയ്താൽ നിങ്ങൾക്ക് മോക്ഷം കിട്ടും. മോക്ഷം ദൈവം നമുക്ക് നേരിട്ട് തരില്ല, നമ്മൾ തന്നെ കണ്ടെത്തണം. അതെങ്ങനെ കണ്ടെത്തണം എന്നതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹമുള്ളവർ അതിൻ്റെ വീഡിയോ പ്ലേലിസ്റ്റിൽ എടുക്കുക. ജ്യോതിഷമുണ്ട്, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം, ഇതെല്ലാം ഞാൻ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. അത് കേൾക്കുക. സംശയമുള്ളവരെന്നെ 9645333999 എന്ന എൻ്റെ നമ്പറിലേക്ക് എന്നെ വിളിച്ചാൽ മതി. പിന്നെ അതേ കണക്ക് ഇതിനകത്ത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. അഷ്ടാവക്ര ഗീത പുരാണത്തിൽ താല്പര്യമുള്ള കൃഷ്ണനെ ഇഷ്ടപ്പെടുന്ന ആരും അഷ്ടാവക്ര ഗീത ഉറപ്പായിട്ടും നിങ്ങൾ കേട്ടിരിക്കണം. അതൊരു അപാര സംഭവം തന്നെയാണ് അഷ്ടാവക്ര ഗീത. നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. അതിനകത്തുണ്ട് മീരയുടെ പ്രണയമുണ്ട്, ഹിന്ദുക്കൾ അറിയേണ്ടവ, അത് നിങ്ങൾ കേൾക്കണം. ഒരു ഹിന്ദുവിന് എവിടെയും തല നിവർത്തി പിടിച്ച് നിൽക്കാം. ആരുടെ ചോദ്യത്തിനും ഒരു ഹിന്ദുവിന് മറുപടി പറയാൻ പറ്റും. അതാണ് ഹിന്ദുക്കൾ അറിയേണ്ടവ എന്നതിനകത്ത് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതേ കണക്ക് പ്രണയ സാഫല്യത്തിന് മന്ത്രം ഉൾപ്പെടെ, അത് പ്രണയിക്കുന്ന പെൺകുട്ടികൾ മാത്രമല്ല അവരുടെ പിതാവും മാതാവും കാണണം. പ്രത്യേകിച്ചും പെൺമക്കള് ദൂരെ പഠിപ്പിക്കാൻ അയക്കുന്ന മാതാപിതാക്കൾ നിർബന്ധമായും കണ്ടിരിക്കണം. അത് കണ്ടതിന് ശേഷം നിരവധി പെൺകുട്ടികൾ എന്നെ വിളിച്ച് പറയുന്നുണ്ട്, സാറേ ഇത് നേരത്തെ കേട്ടിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ അബദ്ധങ്ങൾ വരില്ലായിരുന്നു സാറേ എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതെല്ലാം കേൾക്കുമല്ലോ. അതേപോലെ തന്നെ അപ്പോൾ നിങ്ങളിതെല്ലാം കേൾക്കുമല്ലോ. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. രാധയുടെ പ്രണയം 93ാമത്തെ എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. അതുപോലെ കഠിന കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ രാധാഭക്തനായി ഈ വീഡിയോ കാണണം, ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ഞാൻ എങ്ങനെ രാധാഭക്തനായി എന്ന വീഡിയോ കാണാം. അതേ കണക്ക് തന്നെ നമ്മൾ ഈ കഴിഞ്ഞ ശനിയാഴ്ച ദിവസം ഏയ് അച്ഛാ പ്ലീസ് മകളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ എന്നൊരു വീഡിയോ ഇട്ടിരുന്നു. അതിന് കിട്ടിയ പ്രതികരണങ്ങൾ എന്നെ അമ്പരപ്പിക്കുന്നതായിരുന്നു. ഒരുപാട് അച്ഛന്മാരെന്നെ വിളിച്ചു, പലപ്പോഴും പല അച്ഛനും വിതുമ്പുകയായിരുന്നു. അതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഹൃദയസ്പർശിയായി തോന്നിയത് 62 വയസ്സ് പ്രായമുള്ള ഒരു റിട്ടയർഡ് അഗ്രികൾച്ചറൽ ഓഫീസർ എന്നെ വിളിച്ചു. ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല. ആ ഓഫീസർ എന്നെ വിളിച്ചിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞത്, സാറേ ഒരു വലിയ പുണ്യപ്രവൃത്തിയാണ് സാറ് ചെയ്തതെന്നാണ് പറഞ്ഞത്. കാരണം ആ 62 വയസ്സുള്ള മനുഷ്യൻ ഇത് കേട്ടതിന് ശേഷം അദ്ദേഹം വല്ലപ്പോഴും ഒരിക്കലാണ് വീട്ടിൽ പോകുന്നത്. പ്രായം ചെന്ന അച്ഛനും അമ്മയും ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ എന്ത് പ്രായമുണ്ടെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അത്രയ്ക്ക് അവശനായിരിക്കുകയാണ്. പക്ഷേ അവിടെ ചെന്നു അദ്ദേഹം ആ മനുഷ്യനെ കെട്ടിപ്പിടിച്ചു, ഉമ്മ കൊടുത്തു എന്ന് മാത്രവുമല്ല ആ അച്ഛൻ്റെ മടിയിൽ കിടന്നു, അമ്മയുടെ മടിയിൽ കിടന്നു, അമ്മ കണ്ണുനീർ വാർത്തു എന്നാണ് ആ മനുഷ്യൻ പറഞ്ഞത്.
അയാൾ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഇത്രയും കൂടുതൽ സംതൃപ്തി ഞാൻ ഒരിക്കലും അനുഭവിച്ചിട്ടില്ല. എൻ്റെ അച്ഛനും അമ്മയും വളരെ സന്തുഷ്ടരായിരുന്നു. അവർ ചോദിച്ചു എന്ത് പറ്റിയെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, സാറിൻ്റെ വീഡിയോയെക്കുറിച്ച് ഞാൻ പറഞ്ഞു, അതെന്നെ മാറ്റിമറിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ രണ്ടുപേരും സാറിൻ്റെ വീഡിയോ ഞാൻ അവർക്ക് സബ്സ്ക്രൈബ് ചെയ്തു. പക്ഷെ അവർക്ക് അത്രയും വയസ്സുണ്ടെങ്കിലും അവർക്ക് വായിക്കാനും ഇതും എല്ലാം പറ്റും. അച്ഛനെങ്കിലും പ്രായത്തിൻ്റെതായ ഒരുപാട് അവശതകളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, വളരെ ഭാഗ്യം, നിങ്ങൾക്ക് 68 വയസ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും അത്രയും വയസ്സില്ലേ, അവരിപ്പോഴും എന്നിട്ട് ജീവിച്ചിരിക്കുന്നു രണ്ടുപേരും. അത് നിങ്ങളുടെ മഹാഭാഗ്യം. നിങ്ങൾക്കിത് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി. പിന്നെ നിരവധി സ്ത്രീകളാണ് എന്നെ വിളിച്ചത്, നിരവധി സ്ത്രീകൾ. പലരും വിങ്ങിപ്പൊട്ടുകയായിരുന്നു. ചിലരുടെ അച്ഛൻ മരിച്ചുപോയി, ഇനി എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ പെൺമക്കളൊക്കെ അച്ഛനെ വല്ലാണ്ട് സ്നേഹിക്കുന്നുണ്ട് കേട്ടോ, ഭയങ്കരമായി സ്നേഹിക്കുന്നുണ്ട്. പല സ്ത്രീകളും എന്നെ വിളിച്ച് കരയുകയായിരുന്നു. ഞാനതിങ്ങനെ മൂകസാക്ഷിയായിട്ട് നിൽക്കുകയാണ്. അവരുടെ സങ്കടം ഒന്നടങ്ങട്ടെ എന്ന് കരുതി. അച്ഛനെക്കുറിച്ച് ഭയങ്കര അഭിപ്രായമാണ് ഈ പെൺമക്കളൊക്കെ പറഞ്ഞത്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ, പുതിയ സബ്സ്ക്രൈബേഴ്സ് നിശ്ചയമായും കാണുക. ഏയ് അച്ഛാ പ്ലീസ്, മകളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ. കണ്ണ് നനയാതെ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റുമോ എനിക്കറിയില്ല. എന്നോട് പറഞ്ഞവരെല്ലാം പറഞ്ഞത് ആ വീഡിയോ കണ്ടപ്പോൾ കണ്ണുനീർ ധാരധാരയായി ഒഴുകിയെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ അതും കാണുമല്ലോ. അപ്പോൾ നമുക്ക് രാധയുടെ പ്രണയം 93-ാമത്തെ അധ്യായം. ദൂതന്മാര് രാധാറാണിക്ക് സമീപിച്ചു, ആ സന്ദേശം കൊടുത്തു. അതിതായിരുന്നു, കൃഷ്ണൻ ദ്രൗപദിയുടെ സ്വയംവരം നിശ്ചയിച്ചിരിക്കുന്നു. ആ സ്വയംവരത്തിൽ ഒരു മത്സരം ഏർപ്പെടുത്തും. ആ മത്സരത്തിൽ ആരാണോ വിജയിക്കുന്നത്, ആ വിജയിക്കുന്ന ആൾക്ക് മാത്രമേ ദ്രൗപദിയെ വിവാഹം കഴിക്കാൻ പറ്റൂ. ദ്രൗപദി പലതവണ കൃഷ്ണനോട് പ്രണയാഭ്യർത്ഥന നടത്തി, തന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞിട്ടും കൃഷ്ണൻ തൽക്കാലം അതിന് വഴങ്ങാതെ, കൃഷ്ണന് താല്പര്യമുണ്ടെങ്കിലും ഇങ്ങനെ ഒരു മത്സരം ഏർപ്പെടുത്തി. അപ്പോൾ വിശാഖ ഉണ്ടടുത്ത്. വിശാഖ പറഞ്ഞു, ഇതെന്താണ്? സാധാരണഗതിയിൽ ഒരു സ്ത്രീ പ്രണയാഭ്യർത്ഥന നടത്തിയാൽ അങ്ങനെ നിരസിച്ചു മാറ്റി നിർത്തുന്ന ആളല്ലല്ലോ കൃഷ്ണൻ. അപ്പൊ രാധാറാണി ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, കൃഷ്ണനെ പോലെ കൂർമ്മ ബുദ്ധിയുള്ള മറ്റാരാണുള്ളത്? അപ്പൊ ചോദിച്ചു, എന്താണ് രാധ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, അവന്റെ ഉദ്ദേശം മറ്റൊന്നാണ്. പക്ഷേ അത് എത്രത്തോളം ഫലപ്രദമാകും എന്നെനിക്കറിയില്ല. ഒരു പക്ഷേ അവിടെ മറ്റൊരാൾ വിജയിച്ചെന്നിരിക്കാം. അപ്പൊ വിശാഖ പറഞ്ഞു, എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. രാധ തെളിച്ചു പറയൂ. അപ്പോൾ പറഞ്ഞു, നോക്കൂ, ഇവിടെ കൃഷ്ണൻ ദ്രൗപദിയെ വിവാഹം കഴിക്കാൻ മടി കാണിച്ചതിൻ്റെ ഒന്നാമത്തെ കാരണം ദ്രൗപദിയെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല. ദ്രൗപദിയെ വിവാഹം കഴിച്ചാൽ ദ്രോണരെ പിടിച്ചു കെട്ടി ദ്രുപദന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ കൗരവരുമായി യുദ്ധം ചെയ്യേണ്ടി വരും. കൗരവരുമായി യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ അർജുനനും എതിരിടേണ്ടതായിട്ട് വരും, ഭീഷ്മരെ എതിരിടേണ്ടതായിട്ട് വരും. അതിന് കൃഷ്ണൻ ആഗ്രഹിക്കുന്നില്ല. അതൊരു വലിയ തടസ്സമാണ്. അതോടൊപ്പം തന്നെ ആലോചിക്കുക, ദ്രൗപദി ഒരു സാധാരണ പെണ്ണല്ല, അസാമാന്യമായ ഇച്ഛാശക്തിയുള്ള ഒരു പെൺകുട്ടിയാണ് ദ്രൗപദി. അതുകൊണ്ട് തന്നെ അവൾ ഒരു രാജകുമാരിയാണ്. ഒരാട്ടിടയനായ താൻ എത്രമാത്രം അവൾക്ക് ചേരും എന്ന ഒരു സംശയമുണ്ട്. രുക്മിണിയും ശൈബ്യയും തന്നെ സ്നേഹിച്ചതുപോലെ അല്ല ദ്രൗപദിയുടെ കാര്യം. രുക്മിണിയെയും ശൗഭ്യയെയും കാൾ
ഉറച്ച മനസ്ഥിതിയും ഉറച്ച കാഴ്ചപ്പാടുമുള്ള ആളാണ് ദ്രൗപദി. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം ദ്രൗപദിയുടെ അടുത്ത് ഓരോ നീക്കങ്ങളും വെക്കാൻ. എന്നാൽ കൃഷ്ണന് ദ്രൗപദിയെ ഇഷ്ടമാണ്. ഇവിടെ ഒരു കാര്യമുണ്ട് വിശാഖേ. വിശാഖ ചോദിച്ചു, എന്താണത്? അതിത്രയേ ഉള്ളൂ, താൻ ഒരു ആട്ടിടയനാണ്, അതൊരു കുറവായി തന്നെ കൃഷ്ണൻ കാണുന്നു. താൻ ഒരു ഗോപാലകനാണെന്നത് ഒരു കുറവായി തന്നെ കാണുന്നു. ആദ്യം തൻ്റെ കുറവ് കൃഷ്ണൻ നികത്തുന്നു. പക്ഷേ ദ്രൗപദി പറഞ്ഞു കാണും അതൊരു വിഷയമല്ല എന്ന് പറഞ്ഞു കാണും. എങ്കിലും കൃഷ്ണൻ അറിയാം അത് ദ്രോണരെ തോൽപ്പിക്കാൻ വേണ്ടി ഒരാള് അസ്ത്രവിദ്യയിൽ എത്ര അഗ്രഗണ്യനാണെങ്കിലും അയാൾ എത്ര താണകുലത്തിൽപ്പെട്ടതാണെങ്കിൽ പോലും ദ്രൗപദി വിവാഹം കഴിക്കും. പക്ഷേ ദ്രൗപദിയുടെ സ്നേഹം എന്നേക്കുമായി കിട്ടണമെങ്കിൽ ഈ ആര്യാവർത്തത്തിലെ ഏറ്റവും വലിയ യോദ്ധാവ് താനാണെന്ന് തെളിയിക്കണം. അങ്ങനെ താനാണെന്ന് തെളിയിച്ച് ദ്രൗപദി തൻ്റെ പിന്നാലെ നടന്ന് എന്നിട്ടൊന്ന് പ്രണയം നിരസിച്ചു. ഒരു വില്ലാളി വീരനാണെന്ന് തെളിയിച്ചു കഴിഞ്ഞതിന് ശേഷം കെട്ടുമ്പോൾ തനിക്ക് അതിൻ്റെതായ ഒരു വില ദ്രൗപദിയിൽ നിന്നും ദ്രുപദനിൽ നിന്നും കിട്ടും. ആദ്യം സ്നേഹം നിഷേധിക്കുക, എന്നിട്ട് മത്സരം ഏർപ്പെടുത്തുക. ആ മത്സരത്തിൽ ആരും ജയിക്കില്ല. അപ്പൊ വിശാഖ ചോദിച്ചു, മറ്റാരും ജയിക്കില്ല എന്നെന്താണ് ഉറപ്പ്? അപ്പൊ രാധാറാണി പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, പരീക്ഷണത്തിന്റെ രീതി നിശ്ചയിക്കുന്നത് മറ്റാരുമല്ല, സാന്ദീപനിയാണ്. സാന്ദീപനി വരുന്ന പരീക്ഷയെ മറികടക്കാൻ കൃഷ്ണനല്ലാതെ മറ്റാരുമില്ല, കൃഷ്ണനു മാത്രമേ കഴിയൂ. അപ്പോൾ ഇങ്ങനെ ഒരു മത്സരം വെച്ച് കഴിയുമ്പോൾ ആര്യാവർത്തത്തിലെ സകല രാജാക്കന്മാരും അവിടെ ഒത്തുകൂടി കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് മത്സരത്തിൽ പങ്കെടുത്ത് കഴിയുമ്പോൾ ഓരോരുത്തരായിട്ട് പരാജയപ്പെട്ടു പോകും. അങ്ങനെ ആര്യാവർത്തത്തിലെ രാജാക്കന്മാരും മുഴുവനും പരാജയപ്പെടും. അങ്ങനെ പരാജയപ്പെട്ടിരിക്കുന്ന അവസരത്തിൽ ഒരു പുഞ്ചിരിയോടുകൂടി കൃഷ്ണൻ വരും. ആ പുഞ്ചിരിയോടുകൂടി കൃഷ്ണൻ വന്നിട്ട് നിഷ്പ്രയാസം ഈ പരീക്ഷയിൽ ജയിക്കും. അവിടെ ഒരു വെടിക്ക് പല പല പക്ഷികളാണ് വിശാഖേ. കൃഷ്ണൻ ഉദ്ദേശിക്കുന്നത് ആര്യാവർത്തത്തിലെ സകല രാജാക്കന്മാരെയും ബോധ്യപ്പെടുത്തണം. നിങ്ങളെ എക്കാൾ വലുതാണ് രാജാവല്ലാത്ത ഈ ആട്ടിടയ ചെറുക്കനെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ആ ഒറ്റ ദിവസം കൊണ്ട് ആര്യാവർത്തത്തിലെ സകല രാജാക്കന്മാരും കൃഷ്ണനെ ആരാധിച്ചു തുടങ്ങും. അവര് കൃഷ്ണന്റെ അടിമകളായി മാറും. കാരണം കൃഷ്ണനെ ചക്രായുധത്തിൽ മാത്രമാണ് എല്ലാവരും ഭയക്കുന്നത്. കൃഷ്ണന്റെ ചക്രായുധമാണ് എല്ലാവർക്കും ഭയം. ചക്രായുധത്തിനും അപ്പുറം അസാമാന്യമായ വില്ലാളി വീരനും കൂടാണ് താനെന്ന് കൃഷ്ണന് തെളിയിക്കണം. 2, ആര്യാവർത്തത്തിലെ സകല രാജാക്കന്മാരും പരാജയപ്പെട്ട് വിഷണ്ണരായി നിൽക്കുന്ന അവസരത്തിൽ ഒരേ ഒരു വ്യക്തി വന്നത് നേടിക്കഴിയുമ്പോൾ ദ്രൗപദിയെ വിവാഹം കഴിക്കാൻ ഈ ഭൂമി മലയാളത്തിൽ യോഗ്യതയുള്ള ഒരേ ഒരാള് ശ്രീകൃഷ്ണനാണെന്ന് തെളിയും. ആ ഒരു വിചാരത്തോടു കൂടി കൃഷ്ണൻ ഒരു ആട്ടിടയ ചെറുക്കനാണ്, ഗോപാലകനാണെന്ന ചിന്ത പാടേ ദ്രൗപദിക്ക് മാറി കിട്ടും. കാരണം ദ്രൗപദി എന്നും വില്ലാളി വീരനെ മാത്രമേ സ്നേഹിക്കാറുള്ളൂ. ദ്രൗപദിയുടെ മതവും എല്ലാം വില്ലാളി വീരൻ എന്നതാണ്. അത് തെളിയിച്ചു കൊടുത്ത് ദ്രൗപദിയെ സ്വന്തമാക്കുകയാണ് കൃഷ്ണന്റെ ഉദ്ദേശം. അപ്പോൾ വിശാഖ പറഞ്ഞു, രാധേ, നിനക്ക് അസാമാന്യമായ ബുദ്ധിയാണല്ലോ. ഇത് സത്യം. പക്ഷേ രാധേ, ഇവിടെ ഒരു പൊരുത്തക്കേടുണ്ടല്ലോ. നീ തന്നെ പറയുന്നു, രാധാറാണി തന്നെ പറയുന്നു, സാന്ദീപ മുനി വെച്ച പരീക്ഷ, ആ പരീക്ഷയെ ജയിക്കാൻ വേറൊരാൾക്ക് കഴിയില്ല എന്ന് പറയുന്നു. പക്ഷേ കൃഷ്ണൻ അവിടെ പരാജയപ്പെട്ടേക്കാമെന്നും പറയുന്നു. ഇതെന്താണ്? അപ്പൊ രാധാറാണി പറഞ്ഞു, നോക്കൂ, സാന്ദീപ മുനിയുടെ ഈ പരീക്ഷയെ ജയിക്കാൻ ഈ ഭൂമി മലയാളത്തിൽ താൻ മാത്രമേ ഉള്ളൂ എന്നൊരു ചിന്ത കൃഷ്ണനുണ്ട്.
പക്ഷേ അവിടെ മറ്റൊരു കാര്യമുണ്ട്. ഞാനതൊരിക്കൽ എൻ്റെ മനസ്സിൽ കണ്ടതാണ്. എന്നിട്ട് പെട്ടെന്ന് ഒരു നിമിഷം രാധാറാണി ധ്യാനത്തിലാണ്ടു. ആ മുഖത്ത് അസാധാരണമായ ഒരു തെളിച്ചം വിശാഖ കണ്ടു. വിശാഖ അമ്പരന്ന് പോയി. പെട്ടെന്ന് രാധാറാണി വന്നിട്ട് പറഞ്ഞു, നരൻ 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 വരും, നരൻ വരും. കൃഷ്ണൻ നാരായണനാണെങ്കിൽ നരനുണ്ടാകും. നരനാരായണന്മാർക്ക് മാത്രമേ ഈ ഭൂമിയിൽ ധർമ്മം സ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ. നാരായണന് മാത്രം ഭേദിക്കാൻ കഴിയുന്ന ഇത് നരന് ഭേദിക്കാൻ കഴിയും. പല പല ജന്മങ്ങളിലും അവരങ്ങനെ ഒരുമിച്ച് ഭൂമിയിൽ വന്നിട്ടുണ്ട്. നരനാരായണന്മാരാണ്. ഇവിടെ നാരായണൻ ആ പരീക്ഷയിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് തന്നെ നരൻ വരും. നരൻ അത് ഭേദിച്ചിരിക്കും. അപ്പോൾ പറഞ്ഞു, ആരാണ് ആ നരൻ? നമുക്ക് കാത്തിരിക്കാം. ആ നരൻ ഭൂമിയിലുണ്ട്. അവൻ വന്നിരിക്കും. അത് ഭേദിച്ചിരിക്കും. അത് ഭേദിച്ചു കഴിയുമ്പോഴും കൃഷ്ണന് അതിൽ അല്പം ദുഃഖം വരുമെങ്കിലും പൂർണ്ണ ദുഃഖം ഉണ്ടാകില്ല. അപ്പൊ വിശാഖ ചോദിച്ചു, അതെന്താണ് അങ്ങനെ പറഞ്ഞതിന്റെ കാരണം? അപ്പോൾ പറഞ്ഞു, വിശാഖേ, ആ ലക്ഷ്യം ആര് ഭേദിച്ചാലും അവൻ കൃഷ്ണന്റെ പ്രിയങ്കരനായി മാറും. കാരണം അവൻ അസാമാന്യ വ്യക്തിയായിരിക്കും. അവനെ കൃഷ്ണൻ കൂടെ കൂട്ടും. അവര് രണ്ടുപേരും കൂടി ചേർന്ന് ധർമ്മം സ്ഥാപിക്കാൻ ഇറങ്ങും. അപ്പോൾ അയാൾ വിവാഹം കഴിച്ചാലും ദ്രൗപദി എന്നും തൻ്റെ കയ്യെത്തും ദൂരത്തുണ്ടാകും. ഒരിക്കൽ ദ്രൗപദി തന്നോട് പ്രണയാഭ്യർത്ഥന നടത്തിയതാണ്. ആ പ്രണയം ദ്രൗപദിയുടെ മനസ്സിൽ എന്നും ജ്വലിച്ചു നിൽക്കും. എന്ന് മാത്രവുമല്ല, ഈ സ്വയംവരം നിശ്ചയിച്ച് ഉജ്ജ്വലമായ വില്ലാളിയെ കണ്ടെത്തിക്കൊടുത്തത് കൃഷ്ണനാണെന്ന തോന്നൽ ദ്രൗപദിക്കുണ്ടാകും. അതോടുകൂടി ദ്രൗപദി തൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായിട്ട് കൃഷ്ണനെ സ്വീകരിക്കും. ദ്രൗപദി കല്യാണം കഴിക്കുന്നത് ആ വില്ലാളി വീരനെയാണെങ്കിലും ദ്രൗപദി അനുസരിക്കുന്നത് എപ്പോഴും ശ്രീകൃഷ്ണനെ ആയിരിക്കും. ആ പ്രണയം വീണ്ടും തുടരും. അതാണ് കൃഷ്ണൻ ലക്ഷ്യമിടുന്നത്. അപ്പോൾ വിശാഖ പറഞ്ഞു, ഈ കൃഷ്ണനെ എനിക്ക് മനസ്സിലാകുന്നില്ല. രാധാറാണി പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, അവനെ ആർക്കും മനസ്സിലാകില്ല. കാരണം ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെയാണ് അവൻ സഞ്ചരിക്കുന്നത്. ഈ സമയത്ത് നമുക്ക് കൃഷ്ണന്റെ അടുക്കിലേക്ക് പോകാം. കൃഷ്ണൻ ഉദ്ധവനെ വിളിച്ചിട്ട് ഉദ്ധവനോട് പറഞ്ഞു, ഉദ്ധവ, നീ നാഗക്കൂട്ടത്തിലേക്ക് പോകണം. പഞ്ചപാണ്ഡവരവിടെ കാണും. സാവിത്രി അമ്മ എന്നോട് പറഞ്ഞതാണ് അവരെ കണ്ടെത്തണമെന്ന്. അവർ ജീവിച്ചിരിപ്പുണ്ട്. എനിക്ക് അർജുനനെ ആവശ്യവുമുണ്ട്. അതുകൊണ്ട് നീ പോയി കണ്ടെത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ ഉദ്ധവനാകട്ടെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ആജ്ഞാനുവർത്തിയാണ്. അങ്ങനെ ഉദ്ധവൻ എന്ത് ചെയ്യുന്നു? ആ പഞ്ചപാണ്ഡവരെ കണ്ടെത്താൻ വേണ്ടി നാഗക്കൂട്ടത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. നാഗക്കൂട്ടത്തിലേക്കുള്ള യാത്ര പോകുമ്പോൾ അവിടെ ഒരു ലക്ഷ്യമുണ്ട്. ഉദ്ധവന്റെ അമ്മ വഴിയുള്ള മുത്തച്ഛൻ ആര്യകൻ. ആ ആര്യകനാണ് നാഗലോകത്തെ ഭരണാധികാരി എന്ന് പറയുന്നത്. ആ നാഗലോകത്തിലേക്കാണ് ഉദ്ധവൻ പോകുന്നത്. ഉദ്ധവന്റെ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു കഥയിലേക്കാണ് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഓർമ്മിക്കുക, ഉദ്ധവൻ എന്നും ശ്രീകൃഷ്ണന്റെ സന്തത സഹചാരിയാണ്. എന്നും ശ്രീകൃഷ്ണനോടൊപ്പമാണ്. പക്ഷേ ഉദ്ധവൻ ഒരു കടുത്ത രാധാഭക്തനാണെന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക. ഉദ്ധവന് രാധ എന്ന് പറഞ്ഞാൽ ദേവി തന്നെയാണ്, സാക്ഷാൽ ദേവി. ആ പ്രിയം രാധാറാണിക്കും ഉദ്ധവനോടുണ്ട്. പലപ്പോഴും ഉദ്ധവന്റെ രക്ഷയ്ക്കെത്തുന്നത് കൃഷ്ണനല്ല, രാധയാണെന്ന സത്യം അറിയുക. അതും കൂടെ കാണിക്കാനാണ് ഈ കഥയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഉദ്ധവൻ എന്ത് ചെയ്യുന്നു? നാഗലോകത്തേക്ക് പോകാനുള്ള യാത്ര. ആ യാത്രയിൽ ഉദ്ധവൻ ധൗമ്യ മുനിയുടെ ആശ്രമത്തിലെത്തുന്നു.
അങ്ങനെ ധൗമ്യ മുനിയുടെ ആശ്രമത്തിലെത്തിയപ്പോൾ അവിടെ അസാധാരണമായ തേജസ്സുള്ള നീണ്ടു വളർന്ന താടിയുള്ള ഒരു മനുഷ്യൻ. അപ്പോൾ തന്നെ ഉദ്ധവൻ തിരിച്ചറിഞ്ഞു, വ്യാസഭഗവാൻ, സാക്ഷാൽ വ്യാസഭഗവാൻ. ഉദ്ധവൻ അദ്ദേഹത്തിൻ്റെ കാൽക്കലേക്ക് വീണു, വ്യാസഭഗവാനെ നമസ്കരിച്ചു. വ്യാസഭഗവാൻ ഉദ്ധവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എഴുന്നേൽക്കൂ മകനെ, എഴുന്നേൽക്കൂ, എന്താണ് ഈ വരവിൻ്റെ ഉദ്ദേശം? അപ്പോൾ ഉദ്ധവൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിലെ ഒരു പുണ്യദിനമാണെന്ന്. ഞാൻ അങ്ങയെ കണ്ടിട്ടില്ലായിരുന്നു ഇന്ന് വരെ. അങ്ങയെ ഒന്ന് കാണണമെന്ന്, ദൂരെ നിന്നൊന്ന് കാണണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇന്ന് എനിക്കത് സാധിച്ചു. ഞാൻ ഇവിടെ വന്നത് അങ്ങേക്കറിയാം, എങ്കിലും ഞാൻ അങ്ങ് ചോദിച്ചത് കൊണ്ട് പറയുകയാണ്. നാഗക്കൂട്ടത്തിൻ്റെ അവിടെ എവിടെയോ പഞ്ചപാണ്ഡവർ ജീവിച്ചിരിപ്പുണ്ടെന്ന് കൃഷ്ണൻ പറഞ്ഞു. വ്യാസൻ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യവുമായിരിക്കും. അവരെവിടെ എന്ന് കണ്ടെത്താനാണ് വന്നത്. അതിന് ഞാൻ ആദ്യം എൻ്റെ മുത്തച്ഛൻ്റെ അടുക്കലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ വ്യാസമുനി പറഞ്ഞു, മകനെ, ഞാനും നാളെ രാവിലെ അങ്ങോട്ടേക്ക് പോവുകയാണ്. വിരോധമില്ലെങ്കിൽ നിനക്ക് എൻ്റെ കൂടെ കൂടാം. ഉദ്ധവൻ പറഞ്ഞു, വിരോധമോ? മഹാമുനി, ഇത് എനിക്കൊരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ അന്നത്തെ ദിവസം ധൗമ്യയുടെ ആശ്രമത്തിൽ ആര് കഴിയുകയാണ്? ഉദ്ധവൻ കഴിയുകയാണ്. അങ്ങനെ അവർ നാഗക്കൂട്ടത്തിലേക്ക് യാത്രയായി ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അവർ ഏകചക്രയിലെത്തി കുറേ വിശ്രമിച്ചു. അന്ന് രാത്രി അവിടെ വ്യാസഭഗവാന്റെ നേതൃത്വത്തിൽ ഹോമം നടത്തി. ഒരുപാട് ആൾക്കാർ വ്യാസഭഗവാനെ കാണാൻ വന്നു. അപ്പോൾ ഒന്ന് മനസ്സിലായി, വ്യാസഭഗവാനെ അവിടെ അറിയാത്തതായിട്ട് ആരുമില്ല, എല്ലാവർക്കും അറിയാം. അവിടുന്ന് വീണ്ടും യാത്ര. അങ്ങനെ 4 ദിവസത്തെ യാത്ര കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ കാണാം, ആ വ്യാസഭഗവാനെ സ്വീകരിക്കാനായിട്ട് ആരുണ്ട്? മഹാരാജാവായ ആര്യകനുണ്ട്. അതേ കണക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ ചെറുമകനായ കാർക്കോടകനുമുണ്ട്. അവർ രണ്ടുപേരും അദ്ദേഹത്തെ സ്വീകരിക്കാനെത്തി. അവർ വ്യാസഭഗവാനെ നമസ്കരിച്ചു, വേണ്ട വിധം ആദരിച്ചു, കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അപ്പോഴും അവർ ഉദ്ധവനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ വ്യാസഭഗവാൻ ചോദിച്ചു, ഇതാരാണെന്ന് മനസ്സിലായോ? അപ്പോൾ ആര്യകൻ പറഞ്ഞു, നല്ല പരിചയം പോലെ. ഇതാരാണ്? അപ്പോൾ പറഞ്ഞു, അങ്ങയുടെ ചെറുമകനാണിത്. അപ്പോൾ ആര്യകൻ ഞെട്ടിപ്പോയി, എൻ്റെ ചെറുമകനോ? അതേ, ഇത് അങ്ങയുടെ മകളായ മാരിഷയുടെ ചെറുമകനാണ് ഈ നിൽക്കുന്നതെന്ന് പറഞ്ഞു. ഉദ്ധവൻ മകൾ മാരിഷയുടെ ചെറുമകനാണ്. ആ വൃദ്ധന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. ആ വൃദ്ധൻ വന്നു, ഉദ്ധവന്റെ കവിൾത്തടങ്ങൾ തൊട്ടു, ഉദ്ധവന്റെ നെറ്റിത്തടം തൊട്ടിട്ട് പറഞ്ഞു, മോനെ, നിന്നെ ഒന്ന് കാണാൻ എന്തുമാത്രം ഞാൻ ആഗ്രഹിച്ചിരുന്നു. എൻ്റെ ജീവൻ പോകുന്നതിന് മുമ്പ് എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അദ്ദേഹം കാർക്കോടകനോട് പറഞ്ഞു, കണ്ടില്ലേ, എൻ്റെ മകൾ മാരിഷയുടെ ചെറുമകൻ, നമ്മുടെ രക്തമാണിവൻ തുള്ളിച്ചാടുകയായിരുന്നു. ആ സമയത്ത് കാർക്കോടകന്റെ മകൻ മണിമാനും അവിടെ ഉണ്ടായിരുന്നു. അവൻ കൗതുകത്തോടെ ഉദ്ധവന്റെ ആയുധങ്ങളിലേക്ക് നോക്കുകയായിരുന്നു മണിമാൻ. അപ്പോൾ അവർക്കെല്ലാം ഭയങ്കര സന്തോഷമായി. അന്നത്തെ ദിവസം അവിടെ തങ്ങി. അടുത്ത ദിവസം ആര്യകൻ ഉദ്ധവനെ വിളിച്ചിട്ട് പറഞ്ഞു, ഉദ്ധവ, നിനക്ക് നിന്റെ കഥയറിയാമോ ഉദ്ധവ? അപ്പോൾ പറഞ്ഞു, അങ്ങ് മുത്തച്ഛനാണെന്ന് മാത്രം എനിക്കറിയാം. അപ്പോൾ അദ്ദേഹം ഉദ്ധവനെ ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, നോക്കൂ മോനെ, നിന്റെ മുത്തച്ഛനായിരുന്ന ശൂരൻ, ആ ശൂരൻ ഒരു ദിവസം നായാടാൻ വേണ്ടി ഇവിടെ വന്നു. അവൻ
കഠിനന്മാരായ ചെന്നായ്ക്കളെ ആക്രമിച്ചു. ശൂരൻ എന്ന് പറഞ്ഞാൽ ധീരനായിരുന്നു. പക്ഷേ ചെന്നായ്ക്കൾ 4 പാടും വളഞ്ഞു കൂട്ടത്തോടെ ആക്രമിച്ചു. അവൻ അവരെ എതിരിട്ടു. ഒടുവിൽ അവന്റെ അമ്പ് തീർന്നു. ചെന്നായ്ക്കളുടെ ആക്രമണമേറ്റു. ഈ സമയത്തായിരുന്നു ഞങ്ങളുടെ കൂട്ടം അങ്ങോട്ടേക്ക് എത്തിയത്. അവര് ചെന്നായ്ക്കളെ തുരത്തി. പക്ഷേ അപ്പോഴേക്കും എന്ത് സംഭവിച്ചിരുന്നു? ശൂരൻ ബോധരഹിതനായിരുന്നു. ദേഹം മുഴുവൻ പരിക്കാണ്. അവനെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നു. മാസങ്ങളോളം ഇവിടെ ചികിത്സിച്ചു. അവന്റെ ചികിത്സയുടെ മേൽനോട്ടം മുഴുവനും എൻ്റെ മകൾ മാരിഷയായിരുന്നു. മാരിഷയാണ് അവനെ ചികിത്സിച്ചത്. ഒടുവിൽ അവന് ഭേദമായി. അപ്പോൾ അവന് മാരിഷയെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. മാരിഷയ്ക്ക് അവനെയും ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവൻ നാട്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അവരാദ്യം എതിർത്തു. കാരണം ഞങ്ങൾ നാഗക്കൂട്ടങ്ങൾ യാദവന്മാരെക്കാൾ കുറഞ്ഞവരാണ്. പക്ഷേ ശൂരൻ ധീരനായിരുന്നു. അവൻ പറഞ്ഞു എനിക്ക് മാരിഷയെ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ യാദവന്മാരിവിടെ എത്തി. ഞാൻ മാരിഷയെ വിവാഹം ചെയ്തു കൊടുത്തു. അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പിന്നീട് ഒരിക്കൽ മാത്രമേ ഞാൻ അവിടെ പോയിട്ടുള്ളൂ. അവരൊക്കെ പരിഷ്കൃതരാണ്. പിന്നീട് ഞാൻ പോയിട്ടില്ല ഉദ്ധവ. ഇപ്പോൾ നിന്നെ ഞാൻ കണ്ടു. ഈ മുത്തച്ഛന് വല്ലാത്ത സന്തോഷമായെന്ന് പറഞ്ഞു. അപ്പോൾ അവിടേക്ക് കാർക്കോടകന്റെ മകനായ മണിമൻ വന്നു. അവൻ വന്നിട്ട് പറഞ്ഞു എനിക്ക് അങ്ങ് ഈ അസ്ത്രവിദ്യകളൊക്കെ പഠിപ്പിച്ചു തരുമോ? അപ്പോൾ ഉദ്ധവൻ പറഞ്ഞു തീർച്ചയായിട്ടും പഠിപ്പിച്ചു തരും. ഈ മണിമാന് 2 ഇരട്ട സഹോദരിമാരുണ്ട്. വളരെ ശ്രദ്ധിക്കണം, ഈ കഥയിൽ അവർക്ക് പ്രാധാന്യമുണ്ട്. 2 ഇരട്ട സഹോദരികളുണ്ട്. അവരുടെ പേര് കപില എന്നും പിങ്കള എന്നുമാണ് അവരുടെ പേര്. കപിലയും പിങ്കളയും വളരെ കൗതുകത്തോടു കൂടിയാണ് ഉദ്ധവനെ നോക്കിയത്. അപ്പോൾ ഉദ്ധവൻ അവരെ ശ്രദ്ധിക്കുകയായിരുന്നു. അവരുടെ വസ്ത്രധാരണ രീതി താൻ ഇതുവരെ കണ്ടിട്ടുള്ള വസ്ത്രധാരണ രീതിയല്ല. മുട്ടിന് മുകളിൽ നിൽക്കുന്ന ഒരു ചെറിയ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. അതേ കണക്ക് തന്നെ ഒരു നേരിയ തുണി കൊണ്ടാണ് മാറിടം മറച്ചിരിക്കുന്നത്. എങ്കിലും മാറിടത്തിന്റെ മിക്ക ഭാഗങ്ങളും വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അവരെ ഒന്ന് സൂക്ഷിച്ചു നോക്കാൻ മടിച്ചു. ഇത് ഒരിക്കലും യാദവ കുലത്തിൽ ഇങ്ങനെ ഒരു വസ്ത്രധാരണം അവരൊരിക്കലും അനുവദിക്കുന്നതല്ല. പക്ഷേ ഈ കപിലയും പിങ്കളയും വിട്ടുമാറാതെ ആരുടെ കൂടെയുണ്ട്? ഉദ്ധവന്റെ കൂടെയുണ്ട്. ഉദ്ധവൻ എങ്ങോട്ട് പോയാലും കപിലയും പിങ്കളയും കൂടെ ചെല്ലും. അവർക്ക് ഉദ്ധവനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. അപ്പൊ ഉദ്ധവൻ പറഞ്ഞു ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്, കാർക്കോടകനോട് പറഞ്ഞു, പഞ്ചപാണ്ഡവരെ കണ്ടെത്താനാണ്, അതിന് സഹായിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ കാർക്കോടകൻ എല്ലാ ദിശകളിലേക്കും ആളിനെ അയച്ചു. ഒരു ദിവസം കാർക്കോടകൻ ഉദ്ധവനെ വിളിച്ചിട്ട് പറഞ്ഞു, നോക്കൂ, സികുരിനാഥ എന്ന ഞങ്ങളുടെ സേനാധിപനുണ്ട്. സികുരിനാഥ പറഞ്ഞു, ലാഹുറിയ എന്ന് പറയുന്ന ഗ്രാമത്തിന്റെ അതിർത്തിയിൽ 5 സഹോദരന്മാരെ കണ്ടു എന്ന് പറഞ്ഞു. ഒരുപക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ പഞ്ചപാണ്ഡവന്മാര് ലാഹുറിയയിലുള്ള അവര് കണ്ട 5 പേര് തന്നെ ആയിരിക്കുമെന്ന് പറഞ്ഞു. അതിനകത്ത് ഒരാൾക്ക് ആനയുടെ കരുത്തുണ്ടെന്ന് പറഞ്ഞു. അയാൾ പ്രായം ചെന്ന ഒരു മാതാവിനെ തോളിലേറ്റി നടക്കുന്നു എന്നും പറഞ്ഞു. അപ്പോൾ ഉദ്ധവൻ പറഞ്ഞു, തീർച്ചയായിട്ടും ആനയുടെ കരുത്തുണ്ടെങ്കിൽ അത് ഭീമസേനൻ ജ്യേഷ്ഠരായിരിക്കും. അവർ കുന്തിയെ ആയിരിക്കണം തലയിലേറ്റിക്കൊണ്ടു പോകുന്നതെന്ന് പറഞ്ഞു. ഇനി അവിടേക്ക് എത്തണമെന്ന ചിന്തയിൽ ഇങ്ങനെ കഴിയുകയാണ്. ഈ സമയത്ത് കപിലയും പിങ്കളയും ഉദ്ധവനോടൊപ്പം വന്നുകൂടി. അവര് കൃഷ്ണന്റെ കഥകൾ ചോദിച്ചു. കാരണം ഉദ്ധവൻ എപ്പോഴും പറയും കൃഷ്ണൻ 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 എന്ന് പറയും. കൃഷ്ണന്റെ കഥ കേൾക്കാൻ കപിലയും പിങ്കളയും താല്പര്യം കാണിച്ചപ്പോൾ ഉദ്ധവന് ഭയങ്കര സന്തോഷമായി. ഉദ്ധവൻ കൃഷ്ണനും താനും ഒത്തുചേർന്ന വീര കഥകൾ പറഞ്ഞു. ഉദ്ധവൻ പറഞ്ഞു, ഞാനും കൃഷ്ണനും കൂടെ നാഗലോകത്ത് ചെന്നു. സാന്ദീപ മുനിയുടെ പുത്രനായ പുനർദത്തനെ തിരിച്ചു കൊണ്ടുവന്ന കഥ വിസ്തരിച്ചു പറഞ്ഞു. ഗോമന്തകത്തിൽ വെച്ച്
ജരാസന്ധനെ തോൽപ്പിച്ച കഥ പറഞ്ഞു. രുക്മിണി എന്ന രാജകുമാരിയെ വിവാഹത്തിൻ്റെ അന്ന് ചെന്ന് തട്ടിക്കൊണ്ടുവന്ന കഥ പറഞ്ഞു. ശൈബ്യയെ വിവാഹം കഴിച്ച കഥ പറഞ്ഞു. കപിലയ്ക്കും പിങ്കളയ്ക്കും വല്ലാത്ത കൗതുകമായി. അവർ വിചാരിച്ചു, എന്ത് ധീരനാണ് ഈ കൃഷ്ണനും ഉദ്ധവനും, അതിൽ കൃഷ്ണൻ ദൈവം തന്നെയാണെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. ഉദ്ധവന്റെ വിവരണം അങ്ങനെയായിരുന്നു. പക്ഷേ ഉദ്ധവനെ രണ്ടുപേരും ഭർത്താവായി മനസ്സിൽ കണ്ടു. ഈ ഉദ്ധവനെ തന്നെ തനിക്ക് വേണം എന്ന് രണ്ടുപേരും അവന് അതിയായി ആഗ്രഹിച്ചു. പക്ഷേ ഉദ്ധവൻ അതറിയുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഉദ്ധവൻ അവിടെ ഇങ്ങനെ കിടന്നുറങ്ങുകയായിരുന്നു. ആ ഉറങ്ങുന്ന സമയത്ത് അവിടുത്തെ പുറത്തുള്ള മണൽപ്പരപ്പിൽ ഉറങ്ങുന്ന സമയത്ത് ഉദ്ധവൻ ഇങ്ങനെ സ്വപ്നം പോലെ കാണുകയാണ്. ആരോ വരുന്നതായി, തൻ്റെ മേനി തലോടുന്നതായിട്ട് ഉദ്ധവൻ കാണുകയാണ്. പെട്ടെന്ന് ഉദ്ധവൻ കണ്ണു തുറന്നു. ഉദ്ധവന് മനസ്സിലായി അത് താൻ കണ്ടത് സ്വപ്നമല്ല, സത്യമാണ്. ഒരു പെൺകുട്ടി. അപ്പോൾ നല്ല ഇരുട്ടായതുകൊണ്ട് മുഖം വ്യക്തമാകുന്നില്ല. അവൾ ഉദ്ധവന്റെ കൈകൾ എടുക്കുന്നു, ഉദ്ധവന്റെ കാല് തലോടുന്നു, ഉദ്ധവന്റെ മുഖത്ത് ചുംബിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഉദ്ധവൻ ശിരസ് ഒരു വശത്തേക്ക് മാറ്റിവെച്ചു. ഉദ്ധവൻ വിചാരിച്ചു, അയ്യോ ഞാൻ എന്ത് ചെയ്യും, ഞാനിങ്ങനെ എന്നെ സ്ത്രീകൾ സ്പർശിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരു അന്യ സ്ത്രീ സ്പർശിക്കുന്നത്. ആദ്യമായിട്ടാണ് എന്നെ എൻ്റെ മാതാവ് മാത്രമേ സ്പർശിച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ കൃഷ്ണന്റെ കുഞ്ഞനുജത്തി സുഭദ്രയെ എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ട്. മറ്റൊരു സ്ത്രീയും തൊട്ടിട്ടില്ല. ഉദ്ധവനിൽ വല്ലാത്തൊരു വികാരം വന്നു തുടങ്ങി. ഉദ്ധവൻ പറഞ്ഞു, അന്നൊരു ശൈബ്യയെ ഞാനന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അത് കൃഷ്ണൻ വിവാഹം കഴിക്കുന്നു എന്ന് അറിഞ്ഞ നിമിഷം ഞാൻ നിർത്തി. ഞാൻ ബ്രഹ്മചാരി ആയിരിക്കുമെന്ന് കൃഷ്ണന് വാക്ക് കൊടുത്തിട്ടുണ്ട്. അയ്യോ, ഈ കാമദേവനെ ഞാൻ എങ്ങനെ ജയിക്കും? അപ്പോൾ ആ സ്ത്രീ കൃഷ്ണന്റെ മുഖം ബലം പ്രയോഗിച്ച് വലിച്ചടിപ്പിക്കാനും ചുംബിക്കാനും ശ്രമിച്ചു. കൃഷ്ണൻ തള്ളി മാറ്റി. അപ്പോൾ ആ സ്ത്രീ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടിക്കളഞ്ഞു. അതാരാണെന്നൊരാശയക്കുഴപ്പം, കപിലയാണോ പിങ്കളയാണോ എന്നൊരാശയക്കുഴപ്പം ഉദ്ധവനുണ്ടായി. എങ്കിലും ഉദ്ധവൻ വിചാരിച്ചു, ഓഹോ, ഞാൻ കാമദേവനെ കീഴടക്കി, കാമദേവനെ ഞാൻ ജയിച്ചല്ലോ എന്ന് കരുതി. തൊട്ടടുത്ത ദിവസം ഉദ്ധവൻ വന്നപ്പോൾ മണിമാൻ വരുന്നു. മണിമാന്റെ മുഖത്തൽപ്പം ദേഷ്യം. സാധാരണഗതിയിൽ അങ്ങനെയല്ല. മണിമാൻ വന്നിട്ട് പറഞ്ഞു, ഉദ്ധവ, എന്തുകൊണ്ടാണ് എൻ്റെ സഹോദരി ഇന്നലെ നിന്റെ അടുക്കൽ വന്നനക്ക് നീ അവരുടെ അഭ്യർത്ഥന സ്വീകരിക്കാഞ്ഞത്? വളരെ മോശമായി പോയി. ഉദ്ധവൻ ഞെട്ടിപ്പോയി. ഉദ്ധവൻ പറഞ്ഞു, ഉദ്ധവൻ അതുവരെ വിചാരിക്കുന്നത് ഇവൻ്റെ സഹോദരിമാര് വരുമ്പോൾ ഞാനത് വേണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നതോടുകൂടി തന്നോടുള്ള സ്നേഹം അറിഞ്ഞാൽ ഇരട്ടിക്കുമെന്നാണ്. അങ്ങനെയാണല്ലോ ആര്യലോകത്തെ, തൻ്റെ ലോകത്തെ നിയമം എന്ന് പറയുന്നത്, യാദവരുടെ ഇടയിലുള്ള നിയമം എന്ന് പറയുന്നത്. അപ്പോൾ ഉദ്ധവൻ ഞെട്ടിപ്പോയി. ശരിക്കും പറഞ്ഞാൽ ഈ മണിമാന്റെ അനുവാദത്തോടു കൂടിയാണ് വന്നത്. അവര് ആ മാതാപിതാക്കളുടെ അനുവാദത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വല്ലാത്ത ഈർഷ്യ ഈ മണിമാന് തോന്നി. എന്ന് മാത്രവുമല്ല, അന്നത്തെ ദിവസം ഉദ്ധവനെ കണ്ടവരൊക്കെ മുഖം തിരിക്കാൻ തുടങ്ങി. ഉച്ചഭക്ഷണ സമയത്ത് ആചാര്യ ജൈമിനി ഉദ്ധവനോട് പറഞ്ഞു, വ്യാസഭഗവാന് നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ആ സദസ്സില് രാവിക എന്ന് പറയുന്നത് ആ കപില പിങ്കളയുടെ അമ്മയാണ്. ഇവരെല്ലാവരും അവിടെ ഇരിപ്പുണ്ട്. ആ സമയത്ത് വ്യാസമുനി പറഞ്ഞു, ബാക്കി എല്ലാവർക്കും ഉദ്ധവനോടൊരു നീരസം. അപ്പോൾ വ്യാസൻ പറഞ്ഞു, എന്തുകൊണ്ടാണ് ഇന്നലെ കപിലയും പിങ്കളയും വന്നിട്ട് ഉദ്ധവ നീ അവരുടെ പ്രണയാഭ്യർത്ഥന സ്വീകരിക്കാഞ്ഞത്? അപ്പോൾ ഉദ്ധവൻ പറഞ്ഞു, അല്ലയോ മുനെ, അവരെൻ്റെ അടുക്കലേക്ക് വന്നു. ഞാൻ ബ്രഹ്മചര്യമാണ് വീക്ഷിക്കുന്നത്. ഞാൻ അവരെ മാറ്റിവിട്ടു. അതൊരു നല്ല കാര്യമല്ലേ? അത് കേട്ടപ്പം മറ്റുള്ളവർക്ക് ഒന്നും കൂടെ ദേഷ്യം വന്നു. വ്യാസഭഗവാൻ ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ഉദ്ധവ, ഇവിടുത്തെ നീതി നേരെ തിരിച്ചാണ്. അപ്പൊ രാവിലെ പറഞ്ഞു, നോക്കൂ, കപില പിങ്കളയുടെ അമ്മ പറഞ്ഞു, നീ ചെയ്തത് തെറ്റാണ്. എൻ്റെ മക്കളെ ഇനി ആര് വിവാഹം കഴിക്കും? ഉദ്ധവൻ അമ്പരന്നിരിക്കുകയാണ്. എന്താ ആര് വിവാഹം കഴിക്കുമെന്നോ?
അപ്പൊ വ്യാസൻ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, നാഗക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഒരു നിയമമുണ്ട്. ഒരു പെൺകുട്ടി ഒരു പുരുഷനെ ഇഷ്ടപ്പെട്ടാൽ അവരുടെ മാതാപിതാക്കളോട് പറയും, അവരത് അനുവദിച്ചാൽ ആ സ്ത്രീകൾ ആ പുരുഷന്റെ അടുക്കലേക്ക് ചെല്ലും. പക്ഷെ ആ പുരുഷൻ നിരസിച്ചാൽ പിന്നെ അവർക്ക് വേറെ വിവാഹം കഴിക്കാൻ സാധ്യമല്ല ഉദ്ധവ. ഉദ്ധവൻ ഞെട്ടിപ്പോയി. അപ്പൊ വ്യാസമുനി പറഞ്ഞു, നിന്റെ ബന്ധുക്കളാണ് ഇവര്, കപിലയും പിങ്കളയും. അപ്പോൾ കപിലയുടെയും പിങ്കളുടെയും മാതാവായിട്ടുള്ള രാവിക പറഞ്ഞു, നോക്കൂ ഉദ്ധവ, നീ ഇനി ഒന്നും പറയണ്ട, എൻ്റെ ഈ 2 പെൺമക്കളെയും നീ വിവാഹം കഴിക്കണം. ഈ 2 പെൺമക്കളെയും നീ വിവാഹം കഴിച്ചിട്ട് ഇവരെ 2 പേരെയും കൊണ്ട് നീ നിന്റെ ദ്വാരകയിലേക്ക് പോകണം. ഞെട്ടിത്തെറിച്ചു പോയി ഉദ്ധവൻ. ഉദ്ധവൻ പറയുകയാണ്, ഇത് എന്തുവാണ്? ഒന്നല്ല 2 പേരെ കെട്ടാനോ? അതും 2 പേരെ കെട്ടിയിട്ട് ഈ നാഗകന്യകമാരുമായി യാദവകുലത്തിലേക്ക് ചെല്ലാനോ? ഞാൻ കൃഷ്ണന് കൊടുത്ത വാക്ക്, ഞാൻ എന്താണ് ഈ ചെയ്യേണ്ടത്? അപ്പോൾ വ്യാസമുനി ഉദ്ധവനോട് പറഞ്ഞു, ഉദ്ധവ, നീ വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. നീ മുഖാന്തരം 2 പെൺകുട്ടികളുടെ ഭാവി നശിക്കരുത് ഉദ്ധവ. ഇന്ന് നീ ഇവരെ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞാൽ ഇനി ഇവർക്ക് മറ്റൊരു പുരുഷനെ തേടിപ്പോകാൻ പറ്റില്ല. മറ്റൊരു പുരുഷനും അവരെ വിവാഹം കഴിക്കത്തില്ല. ജീവിതകാലം മുഴുവൻ അവർ അവിവാഹിതരായിട്ട് നിൽക്കും. നോക്കൂ അവരുടെ മുഖത്തേക്ക്. ഉദ്ധവൻ കപിലയുടെയും പിങ്കളയുടെയും മുഖത്തേക്ക് നോക്കി. അവരുടെ കണ്ണുകൾ കരഞ്ഞു കലങ്ങിയിരിക്കുന്നു. അവർ തലേന്ന് രാത്രി ഉറങ്ങിയിട്ടില്ല. വ്യാസൻ പറഞ്ഞു, ഉദ്ധവ, നീ ഒരു ഉറച്ച തീരുമാനമെടുക്കൂ. ഈ പെൺകുട്ടികളെ നീ സ്വീകരിക്കൂ. അപ്പോൾ വ്യാസൻ പറഞ്ഞാൽ നിരസിക്കാനും പറ്റില്ല. എല്ലാവരും ഉദ്ധവനെ നോക്കുകയാണ്. ഉദ്ധവൻ വിചാരിച്ചു, എന്ത് ചെയ്യും ഞാൻ ഈ അവസരത്തിൽ? പെട്ടെന്ന് ഉദ്ധവന്റെ മനസ്സിൽ രാധാറാണിയാണ് വന്നത്. അതേ, കൃഷ്ണന്റെ സന്തത സഹചാരിയാണ് ഉദ്ധവൻ. പക്ഷെ പെട്ടെന്ന് ഉദ്ധവന്റെ മനസ്സിലേക്ക് കടന്നു വന്നത് രാധാറാണിയുടെ രൂപമാണ്. കൃഷ്ണൻ പറഞ്ഞു, ഓം രാധായേ സ്വാഹ. ഈ മന്ത്രം അറിയാം. അന്ന് ജരാസന്ധനെ തോൽപ്പിക്കുന്നതിന് മുമ്പ് അസ്ത്രപൂജയ്ക്ക് കൃഷ്ണൻ പ്രയോഗിച്ചത് അതേ കൃഷ്ണന്റെ കയ്യിലിരിക്കുന്ന ചക്രായുധത്തിന് ആ ശക്തി പകരാൻ വേണ്ടി രാധാറാണി ആവാഹിച്ചത്. അത് കൃഷ്ണൻ ഓർമ്മയുണ്ട്. ഉദ്ധവൻ മനസ്സിൽ പറഞ്ഞു, ഓം രാധായേ സ്വാഹ, ഓം രാധായേ സ്വാഹ, ഓം രാധായേ സ്വാഹ. അമ്മേ രാധാദേവി, എന്നെ രക്ഷിക്കണേ, തൽക്കാലം എന്നെ ഒന്ന് രക്ഷിക്കണേ. അപ്പോൾ വ്യാസഭഗവാൻ പറഞ്ഞു, മറുപടി പറയൂ ഉദ്ധവ, ഈ 2 പെൺകുട്ടികളുടെ ഭാവി നിന്റെ കയ്യിലാണ്. ഈ സമയത്ത് രാധാറാണി ഒന്ന് ഞെട്ടി. തന്നെ ആരോ വിളിക്കുന്നത് പോലെ തോന്നി. രാധാറാണി ഒന്ന് ധ്യാനത്തിലാണ്ടു. കൃഷ്ണൻ അതേ ഈ സമയത്ത് വീണ്ടും ഉദ്ധവൻ നെഞ്ചിൽ തട്ടി വിളിച്ചു, ഓം രാധായേ സ്വാഹ, ഓം രാധായേ സ്വാഹ, ഓം രാധായേ സ്വാഹ. രാധാറാണി അമ്മേ, എന്നെ രക്ഷിക്കൂ. അപ്പോൾ വീണ്ടും വ്യാസൻ പറഞ്ഞു, പറയൂ, ഇനി നീ താമസിക്കരുത്, ഉത്തരം പറയൂ. പെട്ടെന്ന് പുറത്തൊരു വലിയ ബഹളം കേട്ടു. അതേ, രാധാറാണി രക്ഷിക്കുകയാണ്. ഉദ്ധവന്റെ പ്രാർത്ഥന കേട്ടിട്ട് ഒരു ഭയങ്കരമായ ഒരു ബഹളം കേട്ടു. ആ ബഹളം കേട്ട് എല്ലാവരും പരക്കം പായുകയാണ്. പുറത്തുനിന്നൊരു സംഭാഷണം, രാക്ഷസൻ. പെട്ടെന്ന് എല്ലാവരും കുന്തങ്ങളും അവരുടെ ആയുധങ്ങളും എടുത്തു രാക്ഷസന്മാരുടെ നേരിടാൻ വേണ്ടി പുറത്തേക്കിറങ്ങിയപ്പോൾ ആര്യക രാജാവ് തടഞ്ഞു. അപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഒരു രാക്ഷസ കുട്ടിയെ കൂട്ടിനകത്താക്കി കൊണ്ടുവരികയാണ്. പലരും അവനെ കല്ലെറിയുന്നുണ്ട്, പല ആൾക്കാരും അവനെ കല്ലെറിയുന്നുണ്ട്. അപ്പോൾ കല്ലെറിഞ്ഞപ്പോൾ തടഞ്ഞിട്ട് ഉദ്ധവൻ അടുക്കൽ ചെന്നു. അപ്പൊ അവര് പറഞ്ഞു, അവന്റെ അടുക്കലേക്ക് പോകരുത്, ഇവൻ രാക്ഷസനാണ്, ഇവൻ മനുഷ്യരെ തിന്നുന്നവനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉദ്ധവൻ പറഞ്ഞു, അങ്ങനെയോ? ഉദ്ധവൻ കൂട്ടിനകത്തൂടെ കൈയിട്ട് അവന്റെ കൈകൾ ഇങ്ങനെ തലോടിക്കൊണ്ടേയിരുന്നു. അപ്പോൾ കപിലയും പിങ്കളയും എല്ലാം അത്ഭുതത്തോടു കൂടിയാണ് ആരെ നോക്കുന്നത്? ഉദ്ധവനെ നോക്കുന്നത്.
ഇവരുടെ ഒരു നദിക്കക്കരയായിട്ട് രാക്ഷസന്മാരാണ്. അവിടെ രാക്ഷസന്മാർ മാത്രമേ ഉള്ളൂ. അവര് നരഭോജികളാണ്. ആ നരഭോജിയായിട്ടുള്ള ഒരു ബാലനെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ സിഗുരി എന്ന് പറയുന്ന നാഗക്കൂട്ടത്തിൻ്റെ ആ പ്രധാന സൈന്യാധിപൻ അദ്ദേഹം ഇങ്ങനെ അവിടെ ചുറ്റുന്നതിനിടയിൽ, നമ്മളിവിടെ റോന്ത് ചുറ്റുന്ന കണക്ക് അങ്ങനെ ചുറ്റുന്നതിനിടയിലാണ് ഈ കുട്ടിയെ കണ്ടത്. അവനെ അപ്പോൾ തന്നെ തടവിലാക്കി. കാരണം അവൻ ഏതെങ്കിലും മനുഷ്യക്കുട്ടികളെ കണ്ടാൽ തിന്നുകളയും. അപ്പൊ ഈ സമയത്ത് ഉദ്ധവൻ വന്നിട്ട് പറഞ്ഞു, ഇവൻ ആരെയും തിന്നില്ല. പതുക്കെ ഉദ്ധവൻ അവന്റെ കയ്യിലെ കെട്ടുകളൊക്കെ അഴിച്ചു, കൂട് തുറന്നു, അവനെ പുറത്തേക്കിറക്കി. അപ്പൊ അവന്റെ രൂപം വല്ലാത്ത ഒരു രൂപമാണ് അവൻ്റേത്. അപ്പോഴാണ് ഉദ്ധവൻ കണ്ടത് തുറിച്ചു നിൽക്കുന്ന പല്ലുകളാണ്, ചുമന്ന കണ്ണുകളാണ് അവൻ്റേത്, ചുരുണ്ട് കിടക്കുന്ന മുടികളാണ്, അവന്റെ നഖം വല്ലാതെ വളർന്നു നിൽക്കുന്നു. ഉദ്ധവനെ അവനെ ആശ്വസിപ്പിച്ചു. അവന്റെ കൈകളിൽ പലയിടത്തും പരിക്കുണ്ട്. അപ്പൊ ഈ സമയത്ത് എന്ത് ചെയ്തു? വ്യാസഭഗവാനും മുന്നോട്ട് വന്ന് അവനോട് അവൻ്റെതായ ഭാഷയിൽ എന്തോ പറഞ്ഞു. അപ്പൊ അവനൊരാശ്വാസമായി. അവൻ ഉദ്ധവനെ സ്നേഹത്തോട് നോക്കി. അപ്പൊ സുഗുരി പറഞ്ഞു, നോക്കൂ, ഞാൻ നിങ്ങൾ പറഞ്ഞ 5 സഹോദരന്മാരെ തേടി കാട്ടി ചെന്നപ്പോൾ ഇവൻ ഒരു മുയലിനെ കൊന്നിട്ട് പച്ചയ്ക്ക് കടിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവനെ ഞാൻ തടവിലാക്കിയത്. പക്ഷെ ഇവന്റെ കാലിനൊരു ചെറിയ പരിക്കും പറ്റിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ആര് വന്നു? ജൈമിനി വന്നു. ഒരു ഒടിഞ്ഞ മുളന്തണ്ട് വെച്ച് കെട്ടിക്കൊടുത്തു. ഉദ്ധവൻ അവന്റെ കൈ ഇങ്ങനെ തലോടിക്കൊണ്ടേയിരുന്നു. ഉദ്ധവൻ അവനോട് പറഞ്ഞു, നീ പേടിക്കണ്ട. ഉദ്ധവന്റെ ഭാഷ അവൻ അധികം പിടികിട്ടുന്നില്ലെങ്കിലും അവന് മനസ്സിലായി ഉദ്ധവൻ ആരാണ്, തൻ്റെ മിത്രമാണെന്ന് പറഞ്ഞു. അപ്പൊ അവൻ ചിരിച്ചുകൊണ്ട് ഉദ്ധവനെ ചൂണ്ടിക്കൊണ്ട് എന്തോ ഒന്നവൻ പറഞ്ഞു. അപ്പോൾ ഉദ്ധവൻ അത് മനസ്സിലായില്ല. ഉദ്ധവൻ ഒന്നും കൂടെ കാതോർത്തു. അപ്പോൾ ഉദ്ധവൻ 2 വാക്കുകൾ കേട്ടു, ഭീമ. അപ്പൊ വ്യാസമുനി പറഞ്ഞു, ഇവൻ പറയുന്നു നിങ്ങൾ ഭീമനെ പോലെയാണെന്ന്. ഉദ്ധവന് സന്തോഷമായി. ഉദ്ധവൻ പറഞ്ഞു, നിനക്ക് ഭീമനെ അറിയാമോ? അപ്പോൾ അവൻ തലകുലുക്കി. അതേ, അവന് സ്നേഹത്തിന്റെ ഭാഷയാണ്. അവന് പതുക്കെ പിടികിട്ടി തുടങ്ങി. അപ്പോ ഉദ്ധവൻ അവനോട് ചോദിച്ചു, എന്നെ കണക്കിരിക്കുകയാണോ? അപ്പോൾ അവൻ പറഞ്ഞു, അതേ. എന്നിട്ട് അവൻ കൈവിരലുകൾ കൊണ്ട് ഇങ്ങനെ കാണിച്ചു. 1 2 3 4 5 ഭീമന്മാര്. അപ്പോൾ ഉദ്ധവൻ പറഞ്ഞു, എന്ത് 5 ഭീമന്മാരോ? 5 ഭീമന്മാരെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും അതാരായിരിക്കും? തീർച്ചയായിട്ടും അത് പഞ്ചപാണ്ഡവര് തന്നെയായിരിക്കും. അപ്പോൾ ചോദിച്ചു, നിന്റെ പേരെന്താ? അപ്പോൾ ആ രാക്ഷസക്കുട്ടി പറഞ്ഞു, എന്താണ്? നികുംഭൻ. അപ്പൊ ചോദിച്ചു, എനിക്ക് നീ ഭീമനെ കാണിച്ചു തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ ഭീമനെ കാണിച്ചു തരാം എന്നിവൻ മറുപടിയും പറഞ്ഞു. അപ്പോൾ ഭയങ്കര സന്തോഷമായി ഉദ്ധവന്. അപ്പോൾ ഉദ്ധവൻ അവിടെ വെച്ച് പ്രഖ്യാപിച്ചു, ഞാൻ നികുംഭൻ എന്ന ഈ രാക്ഷസക്കുട്ടിയുമായി പോവുകയാണ് പഞ്ചപാണ്ഡവരെ കണ്ടെത്താനായിട്ട്. അത് കേട്ടപ്പോൾ അവിടെ കൂടിയിരുന്നവരെല്ലാം ഞെട്ടിപ്പോയി. കാർക്കോടകൻ പറഞ്ഞു, നീ എന്താണ് ഈ പറയുന്നത്? പഞ്ചപാണ്ഡവരെ കാണാൻ ഈ കുട്ടിയെ വിശ്വസിച്ചുകൊണ്ട് പോവുകയോ? അപ്പോൾ കപില പിങ്കളയുടെ അമ്മയായ രാവിക പറഞ്ഞു, ഒരു കാരണവശാലും ഞങ്ങൾ സമ്മതിക്കില്ല. 1, ഇവൻ രാക്ഷസനാണ്. രാക്ഷസന്മാര് ചതിക്കും. ഈ കുട്ടിക്ക് നിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവൻ നന്ദി ഒന്നും കാണിക്കില്ല. അത് നമുക്കേ ഉള്ളൂ, രാക്ഷസന്മാർക്കില്ല. നിന്നെ ഇവൻ കൂട്ടിക്കൊണ്ടുപോകും. രാക്ഷസന്മാരെ ക്ഷണിച്ചു വരുത്തും. അവര് നിന്നെ ചുട്ടു തിന്നും. അപ്പോൾ ഉദ്ധവൻ പറഞ്ഞു, അങ്ങനെ തിന്നുന്നുവെങ്കിൽ അങ്ങനെ തിന്നട്ടെ. അങ്ങനെയാണ് സംഭവിക്കേണ്ടതെങ്കിൽ ആയിക്കൊള്ളട്ടെ. പക്ഷേ എനിക്കങ്ങനെ സംഭവിക്കില്ല. എന്നെ സാക്ഷാൽ പശുപതി രക്ഷിക്കും. എന്നെ സാക്ഷാൽ രാധ രക്ഷിക്കും. അപ്പോൾ കാർക്കോടകനും മറ്റും ചോദിച്ചു, രാധയോ?
അതാര്? അപ്പൊ ഉദ്ധവൻ പറഞ്ഞു, രാധ. ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന ദേവി രാധ. എന്നെ രാധ രക്ഷിക്കും, എന്നെ പശുപതിയും രക്ഷിക്കും, ഒരു കുഴപ്പവുമില്ല. അപ്പോൾ ഇവർ വീണ്ടും ചോദിച്ചു, ആരാണ് രാധ? ആരാണ് രാധ? അപ്പൊ വ്യാസമുനി പറഞ്ഞു, അതൊരു വലിയ കഥയാണ്, അതൊരു വലിയ കഥയാണ്. ശ്രീകൃഷ്ണന്റെ പ്രാണസഖിയാണ്, ഗോലോകത്തിലെ റാണിയാണ്, ഭൂമിയിലേക്ക് വന്നിരിക്കുകയാണ്. ഉദ്ധവൻ പൊയ്ക്കൊള്ളട്ടെ, ഉദ്ധവൻ പൊയ്ക്കൊള്ളട്ടെ, അവൻ അനുമതി കൊടുക്കൂ, അവനെ തടയണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ മനസ്സില്ലാ മനസ്സോടെ എല്ലാവരും അനുമതി കൊടുത്തു. ഈ സമയത്ത് കപിലയും പിങ്കളയും ബോധരഹിതയായി നിലത്ത് വീണു. കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായിട്ടായിരുന്നു അവർ നിന്നിരുന്നത്. അവർ ദേഹം തളർന്നുവെന്ന് അവിടെ നിലത്ത് വീണു. മറ്റുള്ളവർ അവരെ താങ്ങിയെടുത്തുകൊണ്ട് പോയി. അവരുടെ മാതാവ് രാവിക അതിഭയങ്കരമായ കോപത്തോടെ ചവിട്ടി താട്ടുകൊണ്ട് പോയി കളഞ്ഞു. പോന്ന പോക്കിൽ അവർ പറഞ്ഞു, ഈ ഉദ്ധവൻ എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ 2 പെൺമക്കളെ ഇനി ആര് കെട്ടും? എൻ്റെ 2 പെൺമക്കളെ ഇനി ആരാണ് വിവാഹം കഴിക്കുന്നത്? പക്ഷേ ആര്യകൻ എന്ന രാജാവ് വന്നിട്ട് ഉദ്ധവനെ അനുഗ്രഹിച്ചു. കാർക്കോടകനും വലിയ താല്പര്യമില്ല ഉദ്ധവൻ പോകുന്നതില്. ഉദ്ധവൻ നികുംബനെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്നെ വിശ്വസിച്ചാണ് ഞാൻ വരുന്നത്. അവൻ പുഞ്ചിരിച്ചു. അവര് 2 പേരും കൂടെ നടന്ന് പോയി. അങ്ങനെ നടന്നവര് കുറേ ദൂരം പിന്നിട്ടു. കുറേ ദൂരം പിന്നിട്ടപ്പോൾ കുത്തനെ ഒരു മല, അതിഭയങ്കരമായ മല. അവൻ അത് പുല്ലുപോലെ കയറി പോവുകയാണ്. ഉദ്ധവൻ അത് കയറാൻ പാടുപെടുകയാണ്. ഉദ്ധവൻ കുറച്ചു കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇരുവശവും അഗാധമായ കൊക്ക. ഒന്ന് പിടിവിട്ടു പോയാൽ അതിനകത്തേക്കാണ് വീഴുന്നത്. എന്താണ് വേണ്ടത്? അപ്പോൾ ഇവൻ വീണ്ടും പല്ല് കാണിച്ച് ചിരിച്ചുകൊണ്ട് ഉദ്ധവനോട് പറഞ്ഞു, വരൂ വരൂ. ഉദ്ധവൻ വല്ലാതെ അവശ്യനുമാണ്, 2 വശത്തും കൊക്കയാണ്. അപ്പോൾ ഉദ്ധവൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, അമ്മേ രാധേ, അമ്മേ രാധേ, എനിക്ക് കൃഷ്ണന്റെ ആജ്ഞ അനുസരിക്കണം. പഞ്ചപാണ്ഡവരെവിടെന്ന് കണ്ടെത്തണം. അമ്മയെ വിശ്വസിക്കുകയാണ് ഞാൻ. അമ്മയെ വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. ഓം രാധായൈ സ്വാഹ. അപ്പൊ രാക്ഷസ കുട്ടി പറഞ്ഞു, രാധ രാധ. അപ്പൊ ഉദ്ധവൻ അത് കേൾക്കാത്ത മട്ടിൽ പറഞ്ഞു, ഓം രാധായൈ സ്വാഹ, ഓം രാധായൈ സ്വാഹ, ഓം രാധായൈ സ്വാഹ. ഈ മന്ത്രം ഉരുവിട്ടുകൊണ്ട് നല്ല വഴുക്കലുള്ള കുത്തനമായ മല പിടിച്ചു കയറുകയാണ്. മലയുടെ ഉന്നതിയിലേക്ക് കയറുകയാണ്. പാറയ്ക്ക് നല്ല വഴുപ്പുണ്ട്, നല്ല വഴുവഴുപ്പുണ്ട്. ഒന്ന് തെറ്റിപ്പോയാൽ കൊക്കയാണ്, ഒന്ന് തെറ്റിപ്പോയാൽ കൊക്കയാണ്. പക്ഷെ ആ കുട്ടിയാകട്ടെ, അവൻ മരക്കൊരങ്ങൻ കയറുന്നത് പോലെ പോവുകയാണ്. അതേ, ഉദ്ധവൻ 2 വശത്തേക്കും നോക്കിയില്ല. ഉദ്ധവൻ രാധാറാണിയെ മനസ്സിൽ ധ്യാനിച്ചു. ഞാൻ രാധയെ വിശ്വസിക്കുന്നു, രാധയെ വിശ്വസിക്കുന്നു. രാധയെ വിശ്വസിക്കുന്നവനെ രാധ സംരക്ഷിക്കും, രാധയെ വിശ്വസിക്കുന്നവനെ രാധ സംരക്ഷിക്കും, രാധ എന്നെ സംരക്ഷിക്കും. ഓം രാധായൈ സ്വാഹ, ഓം രാധായൈ സ്വാഹ, ഓം രാധായൈ സ്വാഹ. പെട്ടെന്ന് രാധാറാണി തൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് പെടഞ്ഞെഴുന്നേറ്റു. രാധാറാണി ഇരിപ്പിടത്തിൽ നിന്ന് പെടഞ്ഞെഴുന്നേറ്റ് പുറത്തേക്ക് പായുകയായിരുന്നു. അപ്പോഴാണ് വിശാഖ വരുന്നത്. വിശാഖ ചോദിച്ചു, എവിടെ പോകുന്നു? രാധ പറഞ്ഞു, എനിക്കൊരിടം വരെ പോയേ പറ്റൂ, എനിക്കൊരിടം വരെ പോയേ പറ്റൂ. ഒരാൾ ആപത്താണ്, കടുത്ത ആപത്തിലേക്കാണ് ഒരാൾ പോകുന്നത്, കടുത്ത ആപത്തിലേക്കാണ് പോകുന്നത്. അതേ, ഉദ്ധവൻ പോകുന്നത് കടുത്ത ആപത്തിലേക്കാണ്. കുത്തനെയുള്ള ഈ മല, ഇതിന്റെ പിടിവിട്ടാൽ കൊക്കയിലേക്ക് വീഴും. അതിനെ അതിജീവിച്ച് ചെന്നാലും ഈ രാക്ഷസ കുട്ടി ചതിക്കുമോ? ഈ രാക്ഷസ ബാലൻ ചതിക്കുമോ? രാക്ഷസന്മാരുടെ കൈകളിൽ ചെന്ന് പെടുമോ? എന്തും സംഭവിക്കാം. അപ്പൊ വിശാഖ ചോദിച്ചു, ആര്? രാധാറാണി പറഞ്ഞു, ഒന്നിനും സമയമില്ല, ഒന്നിനും സമയമില്ല, നീ എന്റെ പിന്നാലെ വന്നുകൊള്ളുക. രാധാറാണി പായുകയാണ്. എവിടേക്ക്? എനിക്കൊരിടം വരെ പോയേ പറ്റൂ, നീ എന്റെ പിന്നാലെ വരിക, പിന്നാലെ വരിക. രാധാറാണി
രാധാറാണി പായുകയാണ് ആ സ്ഥലത്തേക്ക്. രാധാറാണിയുടെ കാതുകളിൽ ഉദ്ധവന്റെ ശബ്ദം, ഓം രാധായേ സ്വാഹ, ഓം രാധായേ സ്വാഹ, ഓം രാധായേ സ്വാഹ. അതെ, തീർച്ചയായിട്ടും ഉദ്ധവൻ വലിയ അപകടത്തിലേക്ക് തന്നെയാണ് പോകുന്നത്, സംശയമില്ല. വലിയ അപകടത്തിലേക്കാണ് ഉദ്ധവൻ പോകുന്നത്. അതെ, നിങ്ങൾ ഊഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമുള്ള വലിയ അപകടം. മനുഷ്യനെ ചുട്ടു തിന്നുന്ന രാക്ഷസന്മാരുടെ വായിലേക്കാണ് പോകുന്നത്. ഈ രാക്ഷസ കുട്ടി ചതിക്കാൻ വേണമെങ്കിൽ എന്തും സംഭവിക്കാം, എന്തും സംഭവിക്കാം. പക്ഷേ രാധാറാണിയിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് പോവുകയാണ്. തൻ്റെ ഭക്തനെ രക്ഷിക്കാൻ രാധാറാണി എങ്ങോട്ടേക്കാണ് പോകുന്നത്? എന്താണ് രാധാറാണി ചെയ്യാൻ പോകുന്നത്? രാധാറാണിയോടൊപ്പം എത്താൻ വിശാഖ പാടുപെടുകയാണ്. രാധാറാണി പായുകയാണ്. രാധാറാണി പായുകയാണ്. എവിടേക്ക്? 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 എന്തിനു വേണ്ടി? എന്തിനു വേണ്ടി? എങ്ങനെ രക്ഷിക്കും ഉദ്ധവനെ? എങ്ങനെ രക്ഷിക്കും ഉദ്ധവനെ? ഇവിടെ ഇരിക്കുന്ന രാധാറാണി അവിടെ ഇരിക്കുന്ന ഉദ്ധവനെ എങ്ങനെയാണ് രക്ഷിക്കുന്നത്? രോമങ്ങൾ എഴുന്നു നിൽക്കാൻ പോകുന്ന ഭാഗങ്ങളിലേക്കാണ് കടക്കാൻ പോകുന്നത്. രോമങ്ങൾ എഴുന്നു നിൽക്കുന്ന ഭാഗം, നെഞ്ചിടിപ്പോടുകൂടി മാത്രം കേൾക്കാൻ പറ്റുന്ന ഭാഗം, അതെ, അതിലേക്കാണ് ഞാൻ കടക്കുന്നത്. അടുത്ത ചൊവ്വാഴ്ച, അടുത്ത ചൊവ്വാഴ്ച രാധാറാണി എനിക്ക് ആയുസ്സും ആരോഗ്യവും തന്നാൽ ഞാൻ വരും, ഞാൻ വരും. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.